ദേവ് ഡീകോഡ്സ് എന്ന ചാനൽ 4000 കുടുംബങ്ങളുള്ള ഒരു ചാനലായിട്ട് മാറിയിരിക്കുകയാണ്. സോ ഒരുപാട് സന്തോഷം. ഇത്രയും സപ്പോർട്ട് ചെയ്ത് നിങ്ങളെല്ലാവർക്കും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നില്ല. നിങ്ങളുടെ എല്ലാവരോടും എൻ്റെ സ്നേഹം ഞാൻ അറിയിക്കുകയാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു ആക്ടർ കൃഷ്ണകുമാർ അദ്ദേഹത്തിൻ്റെ മകൾ ദിയ കൃഷ്ണയുടെ ഡെലിവറി ടൈമിൽ ആ സ്യൂട്ട് റൂമിൽ അവരുടെ ഫാമിലി എല്ലാവരും ഒരുമിച്ച് ആ കുട്ടിക്ക് സപ്പോർട്ട് കൊടുത്ത് ഡെലിവറി കഴിഞ്ഞ് ആ കുഞ്ഞുകുട്ടി പുറത്തേക്ക് എടുക്കുന്ന ആ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ കമൻറ്റ് ബോക്സ് എന്ന് പറയുന്നത് സമ്മിശ്രമായ കമൻറ്റുകളായിരുന്നു. കുറേ അധികം ആൾക്കാർ പോസിറ്റീവായിട്ട് കമൻറ്റ് ചെയ്തപ്പോൾ വളരെ കുറച്ച് പേര് നെഗറ്റീവായിട്ട് കമൻറ്റ് ചെയ്തു. അതായത് അവർ ആ വീഡിയോ എടുത്ത് യൂട്യൂബിലിട്ടിട്ട് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് നെഗറ്റീവ് കമൻറ്റുകൾ വന്നു. പക്ഷേ പോസിറ്റീവായിട്ട് പറഞ്ഞ ആൾക്കാർ എല്ലാവരും പറഞ്ഞത് അത് കണ്ടിട്ട് വല്ലാണ്ട് മനസ്സ് തേങ്ങിപ്പോയി, കണ്ണ് നിറഞ്ഞുപോയി എന്നൊക്കെയാണ് കമൻറ്റുകൾ ചെയ്തത്. അത് കൂടുതൽ ആൾക്കാരും പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളായിട്ട് കുട്ടികൾ ഉണ്ടാവാതിരിക്കുന്ന സ്ത്രീകളാണ് ഏറ്റവും അധികം കമൻറ്റുകൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ നെഗറ്റീവ് കമൻറ്റുകൾ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയ ആണ്, അതുകൊണ്ട് തന്നെ രണ്ട് രീതിയിലുള്ള കമൻറ്റുകളും എക്സ്പെക്ട് ചെയ്യണം. അത് ദിയ കൃഷ്ണയുടെ വീഡിയോയുടെ താഴെയാണെങ്കിലും നമ്മൾ ചെയ്ത വീഡിയോയുടെ താഴെയാണെങ്കിലും ഏത് റിയാക്ഷൻ വ്ളോഗേഴ്സ് ചെയ്ത വീഡിയോയുടെ താഴെയാണെങ്കിലും പോസിറ്റീവും നെഗറ്റീവും കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. രണ്ട് രീതിക്കും ചിന്തിക്കുന്ന ആൾക്കാർ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഇത്തരം കമൻറ്റുകൾ വരാം. പക്ഷേ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു വ്യക്തി, ഒരു മാധ്യമപ്രവർത്തകൻ, അതൊരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ, അയാളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഇത്രയും ഇടുങ്ങിയ ചിന്താഗതിയാണോ ഇവർക്കൊക്കെ? ഇത്തരക്കാരാണോ മാധ്യമപ്രവർത്തനത്തിൻ്റെ മൂർധന്യഭാവത്തിൽ വന്നിരിക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചു പോയി. കാരണം അത്രയും വൾഗാരിറ്റി ഉള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റായിരുന്നു അയാളുടേത്. ആകെ 2 വാചകമേ ഉള്ളൂ. പക്ഷേ ആ 2 വാചകത്തിനകത്ത് അയാളുടെ മനസ്സിൻ്റെ ജീർണത മുഴുവൻ ഉണ്ടായിരുന്നു എന്ന് വേണം പറയാൻ. ഒരു മാധ്യമപ്രവർത്തകൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒരിക്കലും ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. യാദൃശ്യമായിട്ട് കണ്ടതാണ്. ആ മാധ്യമപ്രവർത്തകൻ വേറെ ആരുമല്ല, അനിൽ നമ്പ്യാർ എന്നതിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: പ്രസവത്തിൻ്റെ തത്സമയ സംപ്രേക്ഷണം എന്ന് പറഞ്ഞിട്ട് കണ്ണു മിഴിക്കുന്നൊരു സ്മൈലി. ഇനി ഫസ്റ്റ് നൈറ്റിൻ്റെ ലൈവ് ടെലികാസ്റ്റും വരുമോ ദൈവമേ. അയാളുടെ മകളുടെ പ്രായമുള്ളൊരു കുട്ടിയുടെ ഡെലിവറി വീഡിയോ ആണ് പുറത്തു വന്നത്. ആ വീഡിയോ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ തലമുറ കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്നത്തെ തലമുറ കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ തന്നെയാണത്. കാരണം അമ്മയെ വെട്ടിക്കൊല്ലുന്ന കാലം, അമ്മയെ ചവിട്ടിക്കൊല്ലുന്ന കാലം, അമ്മേനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന കാലം, ഈ കാലത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു അമ്മ എങ്ങനെയാണ് ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നത് എന്നത് ആ വീഡിയോയ്ക്കകത്ത് പൂർണ്ണമായിട്ടും കാണിക്കുന്നില്ല എങ്കിൽ പോലും ആ പെയിൻ, ദിയയുടെ മുഖത്ത് വരുന്ന ആ ഒരു പെയിൻ, എനിക്കൊന്നും ദിയ പെയിൻ ഉണ്ടാവാതിരിക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടാണ് ഡെലിവറിക്ക് കിടന്നത്. ഒരു സാധാരണ വീട്ടിലെ ഒരു സ്ത്രീയാണ് പ്രസവിക്കാൻ പോയതെങ്കിൽ അവർ എത്രമാത്രം പെയിൻഫുൾ ആയിട്ടൊരു പ്രോസസ്സിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത് എന്ന് ഒരു പരിധി വരെയൊക്കെ നമുക്ക് ആ വീഡിയോ കണ്ട് മനസ്സിലാവും. ശരിക്കും നമ്മുടെ നാട്ടിലുള്ള സ്ത്രീകളോടുള്ള മനോഭാവം ഒരുപാട് പേരുടെയൊക്കെ മാറിയിട്ടുണ്ട് ഈ ഒരൊറ്റ വീഡിയോ കാരണം. അത്രമാത്രം പെയിൻ എടുത്തിട്ട് തന്നെയാണ് ഓരോ സ്ത്രീയും ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കുന്നത്. ഇപ്പം ഞാൻ ഈ പോസ്റ്റ് കണ്ടപ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യം, ഈ അനിൽ നമ്പ്യാർ എന്ന് പറഞ്ഞ വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പ്രസവ വേദന എത്രമാത്രം വലുതായിരുന്നു എന്ന് ചിലപ്പോൾ ഒരുപക്ഷെ അറിയാൻ പറ്റില്ലായിരിക്കും. സ്വന്തം ഭാര്യയുടെ പ്രസവ വേദനയെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഇദ്ദേഹം ഒരിക്കലും ഭാര്യയുടെ പ്രസവ സമയത്ത് ഈ ലേബർ റൂമിനകത്ത് കയറിയിട്ട് ആ പ്രസവം കണ്ടു നിന്ന ഒരാളാണ് എന്നെനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടില്ലായിരുന്നു. ആ പെയിൻ അറിയുന്ന ഒരാളായിരുന്നുവെങ്കിൽ, കണ്ടിട്ടുള്ള ഒരാളായിരുന്നുവെങ്കിൽ. ഇപ്പം ഞാനും നേരിട്ട് കണ്ടിട്ടില്ല. ഈ ഒരു വീഡിയോ കാണുന്നത് വരെ, ഇപ്പോൾ ദിയയുടെ വീഡിയോ കാണുന്നത് വരെ എനിക്കും അറിയില്ല എന്താണ് ഈ പ്രസവ വേദന. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് കിഡ്നി സ്റ്റോൺ ഉള്ള ഒരാളായിരുന്നു. ഈ കിഡ്നി സ്റ്റോണിൻ്റെ പെയിൻ ഞാൻ 8 വർഷമാണ് സഹിച്ചത്. ഓരോ ദിവസവും രാത്രി ആകുമ്പോഴേക്കും മെല്ലെ ഒരു 10 മണി 11 മണിയൊക്കെ ആകുമ്പോഴേക്കും പെയിൻ വരും. ഒരു 12 മണി 1 മണി വരെയൊക്കെ ഒന്ന് കടിച്ചു പിടിച്ച് നിൽക്കും. പക്ഷേ തീരെ പറ്റാതെ വരുമ്പോൾ നിൽക്കാനോ ഇരിക്കാനോ കിടക്കാനോ നടക്കാനോ ഒന്നിനും പറ്റില്ല. ആ ഒരു സാഹചര്യം വരുമ്പോഴേക്കും നേരെ ഹോസ്പിറ്റലിൽ പോകുന്നു, ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്നു, 2 മണിക്കൂർ അവിടെ റെസ്റ്റ് ചെയ്യുന്നു, തിരിച്ചു വരുന്നു. കുറച്ച് നാൾ ആ പെയിൻ ഉണ്ടാവില്ല, കുറേ നാൾ കഴിയുമ്പോൾ വീണ്ടും ഇത് വരും. ഇതിങ്ങനെ 8 വർഷത്തോളം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ട് ഇതിനിടയ്ക്ക് ഒറ്റമൂലി ചെയ്തു, അല്ലാണ്ട് ഇംഗ്ലീഷ് മെഡിസിൻ കഴിച്ചു, ഹോമിയോ കഴിച്ചു. പക്ഷേ ഒന്നിനും കുറവില്ല. അവസാനം ഇത് റിമൂവ് ചെയ്തു മാറ്റുക ചെയ്തത്. ഞാൻ ആ സമയത്ത് കേട്ടിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, പ്രസവ വേദന കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പെയിൻ ഉള്ളൊരു സംഗതിയാണ് ഈ കിഡ്നി സ്റ്റോൺ എന്ന് പറയുന്നത്. അപ്പോൾ കിഡ്നി സ്റ്റോണിൻ്റെ പെയിൻ എനിക്കറിയാം, എത്രമാത്രം പെയിൻ ഉള്ളൊരു കാര്യമാണ് കിഡ്നി സ്റ്റോൺ. അതിനേക്കാളും വലിയ വേദനയാണ് പ്രസവ വേദന എന്ന് പറയുമ്പോൾ എത്രമാത്രം പെയിൻ ആണെന്ന് മനസ്സിലാവും. അപ്പോൾ അത്തരം വേദന അറിഞ്ഞ ഒരാളാണെങ്കിൽ ഒരിക്കലും ഇങ്ങനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടില്ല. പ്രസവത്തിൻ്റെ തത്സമയ സംരക്ഷണം, ഇനി ഫസ്റ്റ് നൈറ്റിൻ്റെ ലൈവ് ടെലികാസ്റ്റും വരുമോ ദൈവമേ. നേരത്തെ പറഞ്ഞ പോലെ എത്ര ജീർണിച്ച മനസ്സാണ് ഇയാളുടേത്. ഇയാളൊക്കെ മാധ്യമപ്രവർത്തകൻ, അതും ഈ ഇന്നലെ വന്ന മാധ്യമപ്രവർത്തകനല്ല, മുതിർന്ന മാധ്യമപ്രവർത്തകൻ, എത്രയോ വർഷങ്ങളായിട്ട് മാധ്യമ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അയാളുടെ ഭാഗത്തു നിന്നാണ് ഇങ്ങനൊരു ഫേസ്ബുക്ക് പോസ്റ്റ്. വളരെ മോശമായിപ്പോയി, പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയില്ല. വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം. അതിന് താഴെ കുറേയധികം കമൻറ്റുകൾ വന്നു. കമൻറ്റുകളെല്ലാം ഇയാൾക്കെതിരെ തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഒരു സാധാരണക്കാരനാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ നമുക്ക് മനസ്സിലാക്കാം.
അറിവില്ലായ്മ കൊണ്ടാണ്, അല്ലെങ്കിൽ ചിന്തിക്കാത്തത് കൊണ്ടാണെന്ന് മനസ്സിലാക്കാം. പക്ഷേ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഈ വാക്ക് എടുത്തു പറയാനുള്ള കാരണം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഇങ്ങനെ ഒരാൾ. അപ്പോൾ അനിൽ സർ, ശ്രീ അനിൽ നമ്പ്യാർ, ഈ വീഡിയോ കാണിച്ചിട്ട് താങ്കളുടെ വൈഫിനോടൊന്ന് ചോദിച്ചു നോക്കണം, ഈ വീഡിയോ കാണുമ്പോൾ അവർക്ക് എന്താണ് തോന്നുന്നത്. അവരൊരു പ്രസവിച്ചൊരു അമ്മയാണെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് അതിൻ്റെ പെയിൻ മനസ്സിലാവും. നിങ്ങൾക്ക് മനസ്സിലാവില്ലായിരിക്കും, പക്ഷേ അവർക്ക് മനസ്സിലാവും. ഈ ജീർണിച്ച മനസ്സുകൊണ്ട് എഴുതുന്നതിന് മുൻപൊന്ന് ചോദിച്ച് നോക്കണമായിരുന്നു, നിങ്ങളത് ചെയ്തില്ല. ശരിക്കും നിങ്ങളുടെ മകളുടെ പ്രായമുള്ളൂ ആ കുട്ടിക്ക്, ആ ഒരു പ്രായം ആ കുട്ടിക്കുള്ളൂ. ആ കുട്ടിയുടെ ഒരു വീഡിയോ കണ്ടതിൻ്റെ പേരിലാണോ ഇങ്ങനെ എഴുതി വെച്ചത്? അപ്പോൾ ഏത് നൂറ്റാണ്ടിലാണ് താങ്കൾ ജീവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. താങ്കൾ ഏത് നൂറ്റാണ്ടിൽ ഇരുന്നുകൊണ്ടാണ് മാധ്യമപ്രവർത്തനം ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഷെയിം ഓൺ യു, പറയാതിരിക്കാൻ വയ്യ, ഷെയിം ഓൺ യു. താങ്കളെപ്പോലൊരാളുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഇത്തരമൊരു വാചകം എക്സ്പെക്റ്റ് ചെയ്യില്ല ഒരാളും. ഇനി ഇതിൽ നെഗറ്റീവ് പറയുന്ന ആൾക്കാർ, അവർ പറയുന്ന കാര്യങ്ങൾ രണ്ടാണ്. ഒന്ന്, ഒരുതരം പ്രഹസനമാണെന്ന്. രണ്ട്, കാശുണ്ടാക്കാൻ വേണ്ടി അതിനെയും കോണ്ടന്റ് ആക്കി എന്നുള്ളത്. ആയിക്കോട്ടെ, പക്ഷെ അതുവഴി സമൂഹത്തിൽ ഒരുപാട് പേർക്ക് ഒരു അറിവ് കിട്ടിയെങ്കിൽ, നേരത്തെ പറഞ്ഞ പോലെ എനിക്കിതുവരെയും അറിയില്ലായിരുന്നു എന്താണ് ഇതിൻ്റെ പെയിൻ. അത് നമുക്ക് നേരിട്ട് അറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ, ഒരു പരിധി വരെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇനി അതിലെല്ലാം ഉപരി എന്ത് മനോഹരമായ കാഴ്ചയായിരുന്നു അത്. ഒരു കുടുംബം ഒന്നാകെ ഒരു കുട്ടിക്ക് വേണ്ടി കാത്തിരിക്കുന്ന, ഒരു കുട്ടിയുടെ വരവിനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു കാഴ്ച. സാധാരണ ഞാൻ കണ്ടിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളത്, ലേബർ റൂമിന് മുൻപിൽ കുറച്ച് ചെയർ ഉണ്ടാവും, അവിടെ ബന്ധുക്കൾ കുറച്ച് പേര് ഇരിക്കും, ഹസ്ബൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും പുറകിൽ കയ്യും കെട്ടി ഉലാത്തുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അത് കൂടുതൽ കണ്ടിട്ടുള്ള സിനിമകളിലാണ്. പക്ഷേ അതിനകത്ത് കയറിയിട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റുമായിരിക്കും, പറഞ്ഞു കേട്ടിട്ടുണ്ട് ആ റൂം എങ്ങനെയുള്ളതാണെന്ന്. സിസ്റ്റർമാർ പല ആൾക്കാരും വല്ലാതെ അരഗൻ്റ് ആയിട്ടായിരിക്കും റിയാക്ട് ചെയ്യുന്നത്. ഞാൻ എല്ലാവരുടെയും കാര്യം പറയുന്നില്ല, അത് ഒരുപാട് പേര് പല വീഡിയോയുടെയും താഴത്ത് കമൻറ്റ് ബോക്സ് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഒരു കമൻറ്റ് ബോക്സ് ഞാൻ കണ്ടു. അതായത് അതിനകത്തൊരു സ്ത്രീ പറയുന്നുണ്ട്, അവർ ലേബർ റൂമിൽ കിടക്കുന്ന സമയത്ത് അവർക്ക് ഈ പെയിൻ ആണെന്ന് പറഞ്ഞപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞൊരു മറുപടി, ഞാനൊരു ഇഞ്ചക്ഷൻ തന്നാൽ തീരാവുന്നതേ ഉള്ളൂ നിങ്ങളുടെ പ്രശ്നം. അത് ഈ വേദനയല്ല, ഇവരെ ഇല്ലാതാക്കുന്ന ലെവലാണ് അവർ സംസാരിച്ചത്. എന്നിട്ട് ഇതേ അമ്മ പറയുന്നുണ്ട്, ഇതേ സ്ത്രീ പറയുന്നുണ്ട്, ഇന്നും അവരുടെ ഡെലിവറിയുടെ കോൺസിക്വൻസസ് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സിസ്റ്റർ അവിടെ എന്തെങ്കിലും മരുന്ന് മാറി കൊടുത്തോ എന്നൊന്നും ആർക്കും അറിയില്ല. ഞാൻ പറഞ്ഞു വന്നത് ഇത് ഓരോരുത്തരുടെ അനുഭവങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു പെയിൻ ഉള്ള ഒരു പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടാണ് ഓരോ സ്ത്രീകളും അമ്മമാരാവുന്നത്. അവിടെ കൃഷ്ണകുമാർ അദ്ദേഹമാണെങ്കിലും അദ്ദേഹത്തിൻ്റെ വൈഫാണെങ്കിലും ദിയയുടെ സിസ്റ്റേഴ്സ് ആണെങ്കിലും ഇവരെല്ലാവരും, അതോടൊപ്പം തന്നെ ദിയയുടെ ഹസ്ബൻഡ്, ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട വ്യക്തിയാണ് അശ്വിൻ കൊടുത്ത സപ്പോർട്ട്, ആ പെയിൻ എടുത്ത് കിടക്കുന്ന സമയത്ത് കൊടുക്കുന്ന ഒരു മോട്ടിവേഷൻ, എന്നിട്ട് തലയിൽ തടവി കൊടുക്കുന്ന ആ ഒരു സീൻ, ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ നമ്മുടെയൊക്കെ കണ്ണിലൂടെ ഇങ്ങനെ ഓരോ സമയത്തും ഇങ്ങനെ വിഷ്വൽ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇമ്മാതിരി തോന്നിയവാസങ്ങൾ ഓരോരുത്തന്മാർ എഴുതി വിടുന്നത്. എനിവേ, നിങ്ങൾക്ക് ഈ അനിൽ നമ്പ്യാരുടെ ഇത്തരം വാചകത്തിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് കുത്തി പൊട്ടിച്ചേക്കൂ. ഒപ്പം തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ചോളൂ. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.